ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഗുരുനാഥൻ തുണ ചെയ്യ സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും. പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി. അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരി. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ഈശ്വരകൃപയും ശാന്തിയും സമാധാനവും ആയുസ്സും ആരോഗ്യവും രോഗശാന്തി എല്ലാ നന്മകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. എല്ലാ കമൻസുകളും ഈശ്വരനിൽ അർപ്പിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമുക്കിന്ന് ഭാഗവതം നോക്കാം. ഉദ്ധവർക്ക് ഭഗവാൻ കൊടുക്കുന്ന ഉപദേശങ്ങളാണ്. ഭഗവാനോട് ചോദിച്ചു ഉദ്ധവർ, ഭഗവാനെ ധർമ്മം നിലനിൽക്കാൻ അങ്ങ് ഇവിടുന്ന് പോകുക, പിന്നെ ആരാ ഇതൊക്കെ ശാസിച്ച് എല്ലാവരെയും ശാസിക്കാൻ വെച്ചാൽ അധർമ്മം ഭരിക്കുമ്പോൾ അധർമ്മികളൊക്കെ നിഗ്രഹിച്ച് അതാ ശാസന കൊടുത്ത് നന്നാക്കി വന്നില്ലെങ്കിൽ ദുർജനങ്ങൾ ഏറിപ്പോയല്ലോ ഭഗവാനെ. എങ്ങനെ സജ്ജനങ്ങൾ ഇവിടെ ജീവിക്കും? ഈ ദുർജനങ്ങളുടെ ഇടയ്ക്ക് അതും സജ്ജനങ്ങളെ നിന്ദിക്കുന്നു. ഈ ദുർജനങ്ങൾ ഏറിപ്പോയി, എങ്ങനെ ഇവിടെ കഴിഞ്ഞുകൂടും? അതുകൊണ്ട് ഭഗവാനോട് ഉദ്ധവർ അപേക്ഷിക്കുന്നത് നമുക്കും ഈ അപേക്ഷ വേണം. ഉദ്ധവരെന്ന് പറഞ്ഞാൽ അന്ന് അങ്ങനെ ഉദ്ധവർ പ്രാർത്ഥിച്ചെങ്കിൽ നമ്മൾ ഓരോ ഉദ്ധവരാണ്. നമുക്ക് വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയും ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുമ്പോൾ ഇവിടെ ഇന്ന് ഏറിക്കിടക്കുക ദുർജന രീതികൾ, ദുഷ്കർമ്മങ്ങൾ. അപ്പോൾ ഇതെല്ലാം നമ്മൾ അത് മാത്രമാണോ? ഇവിടെ ഒരുപാട് അധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അതായത് നമ്മൾ എത്രമാത്രം ഭൂതപ്രിയം വേണം ഇതിൽ പറയുന്നത്. ഭൂതങ്ങളോട് പ്രിയം വേണം, അഹിംസ, ഇതൊക്കെയാണ് നല്ല കാര്യങ്ങളല്ലേ പറയുന്നത്. ആരിത് പ്രവർത്തിക്കുന്നു? എന്നും എന്താ പറയുക, കോഴിയോ ആടിനെയോ പോത്തിനെയോ കാളയോ പശുവിനെയൊക്കെ കൊന്ന് തിന്നാതിരുന്ന ഉറക്കം വരൂ? ഇവിടെ ഭൂതപ്രിയം എടുത്തെടുത്ത് പറയുന്നു. അഹിംസ, ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. ഇത് ആര് ചെയ്യുന്നു? ഇത് ഇനി നിങ്ങൾ മാംസം കൊന്ന് തിന്നരുതേന്ന് ഇനി എടുത്തെടുത്ത് പറയണോ ഇതിനകത്ത്? അഹിംസ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഒന്നിനെയും മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഉപദ്രവിച്ചു പോലും കൂടാ, പിന്നല്ലേ കൊല്ലുന്നത്. അപ്പോൾ ഈ കൊല്ലുന്നതും ഉപദ്രവിക്കുന്നതും എല്ലാം ഹിംസയാണ്. അപ്പോൾ അഹിംസ വേണം. നമ്മൾ ഹിംസിക്കരുത് ഒന്നിനെ. അഹിംസയാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് അങ്ങനെ ആകേണ്ടത്. അപ്പോൾ നമ്മളിന്ന് അതാണോ കാട്ടിക്കൂട്ടുന്നത്? ഈ ലോകത്ത് അത്രമാത്രം ദുഷ്കർമ്മങ്ങൾ ഏറിപ്പോയി. അന്ന് ഉദ്ധവർ പ്രാർത്ഥിച്ചതുപോലെ നമ്മൾ എല്ലാ ഉദ്ധവരും പ്രാർത്ഥിക്കണം. ഭഗവാനെ ഇവിടെ ഹിംസ കൂടിപ്പോകുന്നു ഭഗവാനെ, അധർമ്മം പെരുകുന്നു ഭഗവാനെ, നമുക്ക് അഹിംസയാണ് വേണ്ടത്. ഭൂതങ്ങളോട് എല്ലാ ജീവജാലം കൊണ്ടും കൃപയും കരുണയും വേണം. ഇതൊക്കെയാണ് ഇതിൽ പറഞ്ഞേക്കുന്നത് ഭഗവാൻ ഉദ്ധവർക്ക് കൊടുക്കുന്ന ഉപദേശങ്ങൾ. ഇത് നമ്മൾ വായിച്ച് പഠിച്ചിട്ട് ചെന്നിരുന്ന് വീണ്ടും അടുത്ത ട്രിപ്പ് ഞാൻ എൻ്റെ ഭക്തമക്കളോട് പറയുവല്ല. ഇന്ന് ലോകം അങ്ങനെയാന്ന് പറയുക. വീട്ടിലില്ലെങ്കിൽ കടകളില്ലെങ്കിൽ പോയി തിന്നേ പറ്റൂ ഈ പറഞ്ഞ സാധനങ്ങൾ. ഈ പാവം പിടിച്ച ഓരോ മൃഗങ്ങൾ എന്ന് വെച്ചാൽ ഇതൊക്കെ എന്ത് ചെയ്യുമെന്ന്. അതിന് ഭാഗവതം പഠിക്കുന്ന മക്കളോ ഇത് വായിക്കുന്ന ഭക്തമക്കൾക്ക് പാടില്ല. അല്ലാത്ത ദുഷ്ടന്മാരിനിടയ്ക്കുണ്ടെങ്കിൽ അവർ കഴിച്ചോട്ടെ. എന്നിട്ട് അവർ അടുത്ത ജന്മം തിരിച്ചു വരും. ഈ മൃഗമായി തന്നെ അവർ വന്നിട്ട് അവരും ഇതേ അനുഭവം അനുഭവിച്ച് തന്നെ. അല്ലാതെ ഇതിനത് കടം വരുന്നത് എങ്ങനെയാ? ഇത് പ്രകൃതി നിയമമാണ്. പ്രകൃതി അങ്ങനെയാണ്. പ്രകൃതിയിൽ നമ്മൾ ഈ സുഖവും ദുഃഖവും ഇവിടെ എന്താണ് വാസന, അതാണ് വീണ്ടും ജനിച്ചു വരുന്നത്. അതുകൊണ്ട് നമുക്കിന്ന് അതിൻ്റെ ബാക്കി വായിക്കാം. ഉദ്ധവർ പ്രാർത്ഥിക്കുന്നു, ഭഗവാനെ അങ്ങ് ഇവിടുന്ന് പോയാൽ ഇവിടെ അധർമ്മം പെരുകി ജനങ്ങൾക്ക് രക്ഷയില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ എങ്ങനെ കഴിയും? ദുർജനങ്ങൾ ഏറിപ്പോയല്ലോ ഭഗവാനെ, സജ്ജനങ്ങളെ നിന്ദിക്കുന്നല്ലോ ഭഗവാനെ. സജ്ജനങ്ങൾ കുറച്ചും ദുർജനങ്ങൾ കൂടിയും കിടക്കുവാണ്. അപ്പോൾ നമ്മൾ ഇന്ന് അതിൻ്റെ 100 ഇരട്ടിയായി മാറിയേക്കാണ്. അന്നത്തെ കണക്കല്ല ഇന്നത്തെ ദുർജനങ്ങൾ. ഈ പറഞ്ഞ രീതികളെല്ലാം ഇന്ന് എപ്പോഴും വെറുതെ അങ്ങ് കൊന്നേക്കുക. അതുകൊണ്ട് നമുക്കതിൻ്റെ ബാക്കി നോക്കാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ച ഒന്നുകൂടെ ചേർത്ത് കയറ്റി വായിക്കാം. കാരണം ഇത് നമ്മളെല്ലാം പഠിക്കേണ്ടതാണ്. കാരണം ഭഗവാനോട് പറയുന്നു,
മൂർത്തിമാനാകും മധുസൂദനാ നിന്റെ പിന്നെ സത്തുരക്ഷണം ചെയ്യുവാനാരുള്ളൂ മർത്യലോകേ. ഈ ഭൂമിയിൽ മനുഷ്യൻ്റെ ഈ ലോകത്ത് മനുഷ്യലോകത്തിൽ ആരാ ഭഗവാനെ? മധുസൂദന കൃഷ്ണ, നീ പോയി കഴിഞ്ഞാൽ ഇവിടെ ആരാണ് ഇവിടെ സത്തുക്കളെ രക്ഷിക്കുന്നത്? നാരായണ, നിങ്ങൾ ഓരോരുത്തരും പറയണം. നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് രക്ഷ വേണമെങ്കിൽ അവരവർ ഇത് പ്രാർത്ഥിച്ചോണം. എന്നിട്ട് എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോഴാണ് നമ്മുടെ ദുഃഖദുരിതങ്ങളെല്ലാം മാറി നമുക്ക് ഈശ്വരൻ അനുകൂലിക്കുന്നത്. അതുകൊണ്ട് ഇത് ആരാ ഈശ്വര ഈ മർത്യലോകത്തിൽ രക്ഷിക്കാൻ ആരാ ഉള്ളത്? അങ്ങ് പോയി കഴിഞ്ഞാൽ കാലം കൊണ്ടവനിയിൽ മർത്യന്മാർ ഭക്തി ധർമ്മ പാലന ഹീനന്മാരായി പോകുമെൻ ഭഗവാനേ. ഇത് കഴിഞ്ഞ ദിവസം വായിച്ചോണ്ടാണ് കാണാതെ വായിക്കുന്നത്. നമുക്ക് ഇത് കഴിയുമ്പോൾ കണ്ടു വായിക്കാം. അപ്പോൾ പാലനഹീനന്മാരായി നമ്മളെ രക്ഷിക്കാൻ ആരുമില്ലാതെ പോകുമല്ലോ. ഭക്തി ധർമ്മ പാലനമില്ലാതെ, ഭക്തിയും ധർമ്മവും ഇല്ലാതെ ഹീനപ്പെട്ടു പോകുമല്ലോ. സർവധർമ്മജ്ഞ നിന്റെ ഭക്തി ലക്ഷണധർമ്മം സർവർക്കും എപ്രകാരം വിധിക്കും വഴി ചൊല്ലുക. എന്നാ ഭഗവാനെ, അങ്ങ് എന്താണ് ഭക്തി, എന്താണ് അതിൻ്റെ ലക്ഷണവും ധർമ്മവും സർവർക്കും ഞങ്ങൾ എപ്രകാരം ഞങ്ങൾക്ക് അതിൻ്റെ വിധിപ്രകാരം ഞങ്ങൾ പറഞ്ഞു തരൂ. അപ്പോൾ എങ്ങനെ വർണ്ണാശ്രമയുക്തരാം ജനത്തിന് മംഗളഭക്തി സാധിച്ചിടുന്ന കർമ്മത്തെയും എങ്ങനെയാ ഭഗവാനെ വർണ്ണാശ്രമയുക്തരായ ജനത്തിന്? വർണ്ണാശ്രമങ്ങൾ വെച്ചാൽ എന്താ? 4 വർണ്ണങ്ങൾ, ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രര്. പിന്നെ അവർക്ക് മംഗലഭക്തി സാധിച്ച കർമ്മം, എന്ത് കർമ്മം കൊണ്ടാണ് അവർക്ക് മംഗലം സാധിക്കുന്നത്? ഈ 4 വർണ്ണാശ്രമ ആയിട്ടുള്ള മനുഷ്യർക്ക്. പിന്നെ വർണ്ണ ആചാരാശ്രമാദി സ്വധർമ്മോ ഉൽപ്പത്തി ഭക്തി. അപ്പോൾ ഈ വർണ്ണ ആചാര ആശ്രമങ്ങൾ, വർണ്ണത്തിന് ഈ പറഞ്ഞ 4 വർണ്ണങ്ങളെയും ആചാര ആശ്രമാദി അവരെങ്ങനെയാണ് സ്വധർമ്മോൽപത്തി ഭക്തി നിർണയം വരുവാനായി വിസ്തരിച്ച് എനിക്ക് പറഞ്ഞു തരൂ എന്ന് ഭഗവാനോട് ചോദിച്ചു. ഇത്തരം ചോദ്യം കേട്ടു മാധവൻ പ്രീതിയോടും ഉത്തമ ഭക്തനായോരുദ്ധവനോട് ചൊന്നാൻ. ഉത്തമനായൊരു ഭക്തനായോണ്ട് ഈ ചോദ്യം ചോദിച്ചത്. അത് മനസ്സിലാക്കണം. സാധാരണക്കാർ ചോദിക്കില്ല, പറഞ്ഞാൽ കേട്ട് മൂളിക്കൊണ്ടിട്ട് അവർ വേറെ പോയി ദുഷ്കർമ്മം ചെയ്യുകയും ചെയ്യും. ഇവിടെ ആവശ്യം ആർക്കാണ്? ഉദ്ധവർക്കാണ്. എങ്ങനെ ജീവിക്കും? ഈ ദുഷ്ടന്മാരിടയ്ക്ക് എങ്ങനെ കഴിഞ്ഞുകൂടും? ഈ നല്ല ഈശ്വരൻ്റെ ധർമ്മം, ഭഗവാന്റെ ധർമ്മം മനസ്സിലാക്കി സജ്ജനങ്ങൾ ഇവിടെ ജീവിക്കാൻ പറ്റില്ലല്ലോ. നിന്ദിച്ച് ദുർജനങ്ങൾ കാരണം സത്തുക്കൾക്ക് രക്ഷയില്ലല്ലോ. ഇതിൻ്റെ വേദനയാണ് ഉദ്ധവരോട് പറയുന്നത്. അതുകൊണ്ട് ഭഗവാൻ ഇത് കേട്ട് പ്രീതിയോട് പറയുന്നു, ഭക്തനായ ഒരു ഉദ്ധവനോട് പറയുന്നു, എന്നാൽ വർണ്ണാശ്രമ ആചാരവതാം നൃക്കൾക്കെല്ലാം ഉന്നത മോക്ഷകരമായ നിൻ പ്രശ്നം ധർമ്മ്യം. നീ പറഞ്ഞ വാക്ക് ശരിയാ, അത് ധർമ്മമായ കാര്യം, നല്ലതാ. ഇത് ആവശ്യമാണ്. നിന്റെ ചോദ്യം ശരി തന്നെയാണ്. കേൾക്കടോ, എന്നാൽ നീ കേൾക്കൂ. കൃതയുഗം ആദ്യകാലത്ത് നരന്മാർക്ക് വർണ്ണത്തെ ഹംസമെന്നിധം സ്മൃതമല്ലോ. കൃതയുഗത്തിൽ, ഇതിപ്പോൾ കലിയുഗമാണ്, ഇത് ആദികൃതം. ഒന്നാമത്തെ കൃതയുഗത്തിൽ ആദ്യകാലത്ത് നരന്മാർ മനുഷ്യർക്ക് ഈ വർണ്ണത്തെ എന്താ, ഇന്ന് വർണ്ണം ബ്രഹ്മചര്യം അല്ല, ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രൻ എന്നുള്ള 4 വർണ്ണങ്ങളാണ്. പക്ഷെ കൃതയുഗത്തിൽ ആദ്യകാലത്ത് ഇവിടെ എന്താ പറഞ്ഞ വർണ്ണത്തെ? ഹംസമെന്നിധം സ്മൃതമല്ലോ. അന്ന് ഹംസം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഈ ഹംസം എന്ന് വെച്ചാൽ നമ്മൾ അരയനെന്നാണ് പഠിച്ചേക്കുന്നത്. എന്നാൽ ഇവിടെ എന്ത് ഹംസത്തിൻ്റെ അർത്ഥം എനിക്കറിയില്ല. കാരണം അരയനത്തിന് വെളുത്ത നിറമായിട്ടാണ്, അരയന വെളുപ്പ് നിറമല്ലേ. അതുകൊണ്ട് ഇനി ഹംസം എന്നതിന് വെളുപ്പാണെന്നൊന്നും അറിയില്ല. എന്തുവായാലും അന്ന് കൃതയുഗത്തിൽ ഹംസം എന്നാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് എന്ത് വന്നു? അന്ന് കൃതയുഗത്തിൽ കൃതകൃത്യരായി മേവും പ്രജകൾ ജനിക്കയാൽ അന്ന് കൃതകൃത്യരായുള്ള ജനങ്ങൾ ഒന്നിനൊന്ന് മെച്ചം. ആരും മോശക്കാരല്ല, എല്ലാം കറക്റ്റ്. എല്ലാ ജനങ്ങളും നന്മ ഉള്ളവരാ, കൃതകൃത്യരായുള്ളവരായിരുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രജകൾ ജനിക്കൽ കൃതമാ യുഗമെന്ന് സത്തുക്കൾ പറയുന്നു. അന്ന് അതുകൊണ്ട് ആ കൃതയുഗത്തിന് എല്ലാവരും കൃതകൃത്യതയോട് ജനിച്ചതുകൊണ്ട് ആ പ്രജകളെല്ലാം അങ്ങനെ ആയതുകൊണ്ട് അതിന് കൃതമാം യുഗം, കൃതയുഗം എന്ന് സത്തുക്കൾ അന്ന് പറഞ്ഞു. മുമ്പിനാൽ വേദമത് പ്രണവം, അന്ന് ധർമ്മം. അത് മുമ്പേ അന്ന് എന്ത് ചെയ്തു? വേദം എന്ന് പറയുന്നത് പ്രണവം എന്നാണ് പറഞ്ഞത്. അന്നത്തെ വേദം എന്ന് പറയുന്നതിന് അവിടെ പ്രണവം എന്നായിരുന്നു. പ്രണവം വെച്ചാൽ ഓം എന്നുള്ള പ്രണവം. അതിനെപ്പറ്റി എനിക്ക് വർണ്ണിക്കാനൊന്നും എനിക്ക് അറിയില്ല, ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. അതുകൊണ്ട് വേദം അത് അന്ന് പ്രണവം, അന്ന് ധർമ്മം അൻപോട് എന്ത് ചെയ്തു? അന്ന്
വൃഷരൂപം കൈക്കൊണ്ടു ഞാനും അന്ന് സർവരാൽ സേവനായിടുന്നതു കൃതയുഗേ. അന്ന് കൃതയുഗത്തിൽ ഭഗവാൻ എല്ലാവരാലും സേവിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാവർക്കും ഭഗവാൻ അത്ര ഇഷ്ടമായിരുന്നു. എന്താ ഭഗവാൻ വൃഷരൂപം കൈക്കൊണ്ട് വന്നെന്ന്. അന്ന് ഞാനും അന്ന് എന്ത് ചെയ്തു? വൃഷരൂപം വെച്ചാൽ കാള. അത് നമ്മൾ വായിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. കാരണം ഭൂമിദേവി ദുഃഖപ്പെട്ട് വിഷമിച്ച് നിൽക്കുക. എന്താ കാരണം? ഭഗവാൻ ഇവിടുന്ന് പോയാൽ ധർമ്മം നശിച്ചു പോകുമല്ലോ ഓർത്ത് എന്തോ ഞാനത് മറന്നുപോയി. എന്നാലും അങ്ങനെ ഭൂമിദേവി കരഞ്ഞോടുന്നപ്പോൾ ഒരു കാള രൂപത്തിൽ ഒരാളവിടെ വന്നല്ലോ. അതാണ് ഭഗവാൻ അന്ന് വന്നെന്നാ ഇതിൽ പറയുന്നത്. അന്ന് വൃഷരൂപം കൈക്കൊണ്ട് ഞാനും അന്ന് സർവരാൽ സേവനായിടുന്നത് കൃതയുഗ. അന്ന് ഭഗവാൻ ഇവിടെ അങ്ങനെ വന്നു. ആ സമയത്ത് അന്ന് എല്ലാവരാൽ ഞാൻ സേവിക്കപ്പെട്ടിരുന്നു ആ കൃതയുഗത്തിൽ. നമുക്കിനി കണ്ടു വായിക്കാം. ഇവിടം വരെ നമ്മളെന്നല്ലേ വായിച്ചത്. കേൾക്കടോ, കൃതയുഗം ആദികാലത്ത് നരന്മാർക്ക് വർണ്ണത്തെ ഹംസമെന്നിഥം സ്മൃതമല്ലോ. കൃതകൃത്യരായി മേവും പ്രജകൾ ജനിക്കയാൽ കൃതമാം യുഗമെന്ന് സത്തുക്കൾ പറയുന്നു. മുമ്പിനാൽ വേദമത് പ്രണവം അന്ന് ധർമ്മം അൻപോട് വൃഷരൂപം കൈക്കൊണ്ടു ഞാനും അന്ന് സർവരാൽ സേവനായിടുന്നിതു കൃതയുഗേ. അന്നത്തെ കാലത്ത് എല്ലാവർക്കും ഭഗവാനെ ഇഷ്ടമായിരുന്നു. എല്ലാവരും സേവിക്കപ്പെട്ടിരുന്നു. എല്ലാവരാലും സേവനായിരുന്നു ഭഗവാൻ. സർവരും അന്ന് തപോനിഷ്ഠാങ്കാതി സേവനം കൊണ്ട് സർവകൽമഷം നീക്കി മംഗലം പ്രാപിക്കുന്നു. അന്ന് എല്ലാവർക്കും എന്തായിരുന്നു? തപസ്സായിരുന്നു. നിഷ്ഠയോടുകൂടി അതാ തപോനിഷ്ഠാങ്കാതി സേവനം കൊണ്ട് എല്ലാവരെയും സേവിക്കുക. അങ്ങനെയല്ല, നന്മയുള്ള ഒരു കൃതയുഗമായിരുന്നു. എല്ലാവർക്കും ഭഗവാനെ തപസ്സും നിഷ്ഠയോടുകൂടിയ സേവനങ്ങളും ഒക്കെ ചെയ്ത് കൽമഷം സർവദോഷങ്ങൾ നീക്കി മംഗളകരമായിരുന്ന ആ കാലം കൃതയുഗത്തിൽ മംഗലം പ്രാപിക്കുന്നു. പിന്നെയും ത്രേതായുഗേ, കൃതയുഗം കഴിഞ്ഞിട്ട് ത്രേതായുഗത്തിൽ എങ്ങനെയായിരുന്നു? പിന്നെയും ത്രേതായുഗേ മഹത്താം എൻ്റെ പ്രാണൻ, ഭഗവാന്റെ പ്രാണൻ തന്നിൽ നിന്നുണ്ടായതു വേദങ്ങൾ പ്രണവവും. ത്രേതായുഗത്തിൽ ഭഗവാന്റെ പ്രാണനിൽ നിന്ന് ഉണ്ടായി. ഭഗവാന്റെ പ്രാണനിൽ നിന്ന് എന്തുണ്ടായി? വേദങ്ങൾ പ്രണവവും. പിന്നെയും ഹൃദയത്തിൽ നിന്ന് ത്രൈവിദ്യയതും. ഇതൊക്കെ അന്നത്തെ ഓരോ ഗ്രന്ഥങ്ങളുടെ പേര്, വേദങ്ങൾ ഇങ്ങനെയൊക്കെ ത്രൈവിദ്യ, അങ്ങനെ ഓരോന്ന്. പിന്നെ വൈരാജനാകും എൻ മുഖേ വിപ്രനുണ്ടായി. അതിനുശേഷം എന്ത് വന്നു? ഈ വേദങ്ങൾ പ്രണവവും ത്രൈവിദ്യയും ഒക്കെ വന്നിട്ട് വൈരാജനാകും എൻ മുഖേ, ഭഗവാന്റെ മുഖത്തിൽ നിന്ന് വിപ്രനുണ്ടായി, ബ്രാഹ്മണനുണ്ടായി. പിന്നെ ബാഹുവിങ്കെന്ന് ഭഗവാന്റെ കൈകളിൽ നിന്ന് കയ്യിൽ നിന്ന് ക്ഷത്രൻ ഉണ്ടായി. ഊരുവിങ്കെന്ന് വൈശ്യൻ, ഭഗവാന്റെ തൊടയാണെന്ന് തോന്നുന്നു ഊര്, അവിടെ നിന്ന് വൈശ്യനുണ്ടായി. ആഹന്ത പാദത്തിങ്കൽ നിന്ന് ശൂദ്രനുമുണ്ടായി. ഭഗവാന്റെ പാദത്തിൽ നിന്ന് ആരാവുന്ന ശൂദ്രൻ വന്നു. പിന്നെയും ആത്മാചാര ലക്ഷണങ്ങളുമുണ്ടായി. പിന്നെ എന്തു വന്നു? ഓരോന്നോരോന്ന് ഭഗവാനെ ആത്മാചാരങ്ങൾ, ഈശ്വരനെ അത് ആത്മാവിൽ തന്നെ ആചാരങ്ങളും ലക്ഷണങ്ങളൊക്കെ പിന്നെ ഉണ്ടായി വന്നിതു. ബ്രഹ്മചര്യം ഹൃദയത്തിങ്കൽ നിന്നും, അപ്പോൾ ഭഗവാന്റെ ഹൃദയത്തിൽ നിന്ന് ബ്രഹ്മചര്യം ഉണ്ടായി. അത് ആശ്രമങ്ങൾ, ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം, ഇങ്ങനെയുള്ള 4 ആശ്രമങ്ങൾ. അതിനു മുമ്പ് വർണ്ണങ്ങളായിരുന്നു: ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രർ. അത് ഭഗവാന്റെ ഓരോ അവയവങ്ങളിൽ നിന്നാണ് അതുണ്ടായതെന്ന്. പാദത്തിൽ നിന്ന് ശൂദ്രനും, ഊരുവിങ്കിൽ നിന്ന് വൈശ്യനും, പിന്നെയോ കൈകളിൽ നിന്ന് ക്ഷത്രിയനും, ഭഗവാന്റെ ശിരസിൽ നിന്നല്ലയോ മുഖത്തിൽ നിന്ന് വിപ്രൻ. ഇങ്ങനെ ഓരോന്ന് വർണ്ണങ്ങളും പിന്നെ ആശ്രമങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ ഭഗവാൻ പറയുന്നു. അങ്ങനെ വന്നിതു ബ്രഹ്മചര്യം ഹൃദയത്തിങ്കിൽ നിന്നും. അപ്പം ബ്രഹ്മചര്യം എവിടെ നിന്ന് വന്നു? ഭഗവാന്റെ ഹൃദയത്തിൽ നിന്ന് വന്നു. നിർമ്മല ജഘനത്തിൽ ഗൃഹസ്ഥാശ്രമമുണ്ടായി. പിന്നെ രണ്ടാമത് ഗൃഹസ്ഥാശ്രമം ജഘനത്തിൽ നിന്ന് വന്നു. നിർമ്മല വക്ഷസ്ഥലെ വാനപ്രസ്ഥവും ഉണ്ടായി. പിന്നെ അത് മൂന്നാമത്തെ വാനപ്രസ്ഥം എവിടെ നിന്ന്? വക്ഷസിൽ നിന്ന് വന്നു. പിന്നെയും ശിരസിങ്കിൽ നിന്നല്ലോ സന്യാസവും, ഭഗവാന്റെ ശിരസിൽ നിന്ന് സന്യാസം വന്നു. നിർണയം ജന്മഭൂമി അനുസാരണം കൊണ്ടല്ലോ. ഇങ്ങനെ നിർണയം ജന്മഭൂമി അനുസാരണം കൊണ്ടല്ലോ വർണ്ണങ്ങൾ, ആശ്രമങ്ങൾ ഇങ്ങനെ ഉണ്ടായി വന്നു. ഇങ്ങനെയാണ് ഇവിടെ ഉദ്ധവർക്ക് ഭഗവാൻ കൊടുത്തത്. ഇങ്ങനെയാണ് ഇവിടെ കൃതയുഗത്തിൽ ഇതൊക്കെ ഇന്ന ത്രേതായുഗത്തിൽ ഇന്നത് ഇങ്ങനെയെല്ലാം വന്നതൊക്കെ ഏത് രൂപത്തിലായിരുന്നു
ഇത്തരം പ്രകൃതിയാൽ നൃക്കളും നൃക്കളച്ച മനുഷ്യർ പലതരം ഉത്തമോത്തമ നീച അധമന്മാരായി വന്നു. ഇങ്ങനെ ഈ പ്രകൃതിയിൽ എന്ത് വന്നു? മനുഷ്യർ ഇങ്ങനെ പലതരം ഉത്തമന്മാരും ഉത്തമോത്തമന്മാരും നീചന്മാരും അധമന്മാരുമായിട്ട് പല രീതിയിലാണ്. കാരണം പ്രകൃതി അങ്ങനെയാണ്. പ്രകൃതിയിൽ വന്ന 3 ത്രിഗുണങ്ങളുള്ളതുകൊണ്ട് നീചന്മാരും അധമന്മാരും ഉത്തമന്മാരും എല്ലാവരും ഉണ്ടാകും. പല തരത്തിലാണ്. അതുകൊണ്ട് ഉത്തമോത്തമ നീച അധമന്മാരായി വന്ന് സന്തോഷം തപ ശൗച ഭക്തി ശമദമവും ശാന്തിയും ആർജവവും ബ്രാഹ്മണ പ്രകൃതികൾ. ഇത്രയും ബ്രാഹ്മണരുടെ പ്രകൃതികളാണ്. അത് സന്തോഷം, തപസ്, ശൗചം, ശുദ്ധി, ഭക്തി, ശമദമവും ശാന്തിയും ആർജവവും ബ്രാഹ്മണ പ്രകൃതികൾ. പിന്നെയോ ബ്രാഹ്മണ ക്ഷത്രിയർക്ക് എന്തൊക്കെയാ? തേജസ്സും ധാരണയും ശൗര്യവും തിദിക്ഷയും ഓജസ്സും ഉദ്യോഗം ഔദാര്യ സ്ഥൈര്യം ബ്രഹ്മണ്യ ഐശ്വര്യം ഇവയെല്ലാം ക്ഷത്രിയ പ്രകൃതികൾ. ഇത്രയും ക്ഷത്രിയന്മാർക്കുള്ള പ്രകൃതികളാണ്. പ്രകൃതി എന്ന് വെച്ചാൽ അവരുടെ രീതികളാണ്. ഇനി വൈശ്യന് അങ്ങ് ആസ്തിക്യവും ദാനനിഷ്ഠയും പിന്നെ വിപ്രസേവയും വേണം. വാണിഭം, പശുരക്ഷ ഇപ്രകാരങ്ങൾ വൈശ്യപ്രകൃതി അറിയണം. വാണിഭം, കച്ചവടം, പശുക്കളെ രക്ഷിക്കുക, വിപ്രന്മാരെ സേവിക്കുക, ദാനനിഷ്ഠ, ഇങ്ങനെയൊക്കെ ഓരോന്നാണ് വൈശ്യൻ്റെ പ്രകൃതി, അവർ ചെയ്യേണ്ട കർമ്മങ്ങൾ. പിന്നെ ശൂദ്രർക്ക് ദേവഗോ വിപ്രന്മാരെ ശുശ്രൂഷിക്കുകയും അപ്പോൾ ആവോളമുണ്ടായൊരു ലാഭത്താൽ സന്തോഷവും. അവർക്ക് സന്തോഷം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ശൂദ്രന്മാർക്ക് ലാഭം കിട്ടുമ്പോൾ ദേവന്മാരെ, ഗോക്കളെ, വിപ്രന്മാരെ, അത് ബ്രാഹ്മണരെയൊക്കെ ശുശ്രൂഷിക്കണം അവർക്ക്. അപ്പോൾ ആവോളം എന്ത് വരും? ലാഭം കൊണ്ട് സന്തോഷം ഉണ്ടാവും. ഇത്തരം ശൂദ്രൻ്റെ പ്രകൃതി ഇനിയും കേൾക്കാം. ഇനിയും ഉണ്ട് ശൂദ്രർക്ക്, ഇനിയും ഉണ്ട് കുറച്ച് കാര്യങ്ങൾ. എന്താണെന്ന് വെച്ചാൽ ഉത്തമമല്ലാതൊരു നീചവൃത്തികളെയും, ആർക്കും ഇഷ്ടപ്പെടാത്ത ചില പ്രവൃത്തി അവർ ചെയ്യും, നീച പ്രവൃത്തി ചെയ്യും ശൂദ്രർ. അത് ഉത്തമമല്ലാതിരിക്കുന്ന പ്രവൃത്തിയാണ്. പിന്നെന്താണ്? ശൗചമില്ലായ്ക, അവർക്ക് വൃത്തിയില്ല. തഥാ എപ്പോഴും കളവ്, അസത്യം, കള്ളത്തരങ്ങളും അസത്യങ്ങളൊക്കെ ചെയ്യും. നാസ്തിക്യം, പിന്നെ കാമക്രോധാദി വൃത്തികളും, ഇങ്ങനെയുള്ള വൃത്തികൾ ചൊല്ലുവൻ. ഇനി ഇത്രയാണ് ഈ ശൂദ്രരുടേത്. ഇനി എന്താ പറയുക? സർവവർണ്ണങ്ങൾക്ക്, ഈ 4 ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും വൈശ്യർക്കും ശൂദ്രർക്കും വേണ്ടുന്ന യഥാർത്ഥത്തിൽ എന്താ വേണ്ടത്? നമുക്ക് എല്ലാവർക്കും ചൊല്ലുവനിനി സർവവർണ്ണധർമ്മങ്ങൾ. അത് അല്ലലാം കാമക്രോധാദികൾ ഇല്ലായ്കയും. കാമവും പാടില്ല, ക്രോധവും പാടില്ല, ആർക്കും പാടില്ല. ബ്രാഹ്മണർക്കും ശൂദ്രർക്കും ക്ഷത്രിയർക്കും വൈശ്യർക്കും ആർക്കും വേണ്ടാത്ത നല്ല കാര്യങ്ങൾ എല്ലാവർക്കും വേണം. ഇതെല്ലാവർക്കും. അതുകൊണ്ട് അല്ലലാം കാമക്രോധാദികൾ ഇല്ലായിരിക്കണം. അഹിംസ, അതായത് ഒന്നിനെയും കൊല്ലാതിരിക്കുക, ഹിംസ ചെയ്യരുത്. ഒരു എറുമ്പിനെ പോലും നോവിക്കരുത്. എന്തുകൊണ്ടാണ് ഗുരുദേവൻ പറഞ്ഞത്? ഒരു പീഡ എറുമ്പിന് പോലും വരുത്തരുതെന്ന് പറഞ്ഞാൽ ഭാഗവതം പഠിച്ചിട്ടാ. ഇതാണ് അറിവ്. ഈ അറിവ് നേടുന്നൊരു വ്യക്തിയാണ് പരബ്രഹ്മമായി മാറുന്നത്. ഇതാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അറിവാണ്. എന്താണ് ഈ അറിവ്? അറിഞ്ഞു വരുമ്പോഴാണ് നമ്മൾ ആരാന്നറിയുന്നത്. ഇതെല്ലാം നമ്മൾ പ്രവർത്തിച്ച് വരുമ്പോൾ ഈ പറഞ്ഞ നല്ല കാര്യങ്ങളെല്ലാം നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മളും പരബ്രഹ്മമായി മാറുന്നത് എങ്ങനെയാണ്? ഈ അറിവ് കേട്ട് പഠിച്ചാൽ പോരാ, അത് പ്രവൃത്തിയിൽ കൊണ്ടുവരണം. അപ്പോഴാണ് പരമാത്മാവായ ആ നമ്മളിരിക്കുന്ന ആത്മാവിൻ്റെ അംശമായ ജീവാത്മാവ് ആ പരമാത്മാവായി ചേർന്ന് നമ്മുടെ ഉള്ളവും ഭഗവാൻ എന്താണ്? പ്രകാശമാണ്, ഭഗവാൻ ആനന്ദമാണ്. അപ്പോൾ ആനന്ദ സ്വരൂപനാണ്, ആത്മസ്വരൂപനാണ്. നമ്മുടെ ഉള്ളത്തിൽ ആത്മാവായി കുടികൊള്ളുന്നതുകൊണ്ട് ആത്മസ്വരൂപനെന്നും പറയും, അത് ആനന്ദ സ്വരൂപനെന്നും പറയും, അത് പ്രകാശമെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. നമ്മൾ അങ്ങനെ ആയിത്തീരുമ്പോൾ നമ്മളും അഹം ബ്രഹ്മം. അതുകൊണ്ട് ഇവിടെ പറഞ്ഞത് ഇത് നമ്മൾ മനസ്സിലാക്കണം. ഈ അറിവ് നമ്മൾ സമ്പാദിച്ചാൽ ഇത് കേട്ട് പഠിച്ച് അത് പ്രവൃത്തിയിൽ കൊണ്ടുവരണം. അതുകൊണ്ട് എന്ത് വേണം? കാമക്രോധാദികൾ ഇല്ലായിരിക്കണം. അഹിംസ വേണം. അതായത് കൊന്നുകൂടാ. ഹിംസ ഇല്ലാതിരിക്കുക. ഹിംസയാണ് കൊല്ലുക. മനസ്സുകൊണ്ട് ചിന്തിച്ചാലും ഒരുത്തനെ ഉപദ്രവിക്കണം ചിന്തിച്ചാൽ അതും ഹിംസയാ. ഒരുത്തനെ അടിക്കണമെന്ന് വിചാരിച്ചാൽ അത് ഹിംസയാ. അടിച്ചാൽ അത് പ്രവൃത്തി കൊണ്ട് അത് ഹിംസയാ. കൊല്ലുന്നത് മാത്രമല്ല ഹിംസ, വാക്കൊണ്ട് നോവിച്ച് പറയുന്നതും ഹിംസയാ. ഇതുകൊണ്ട് എന്ത് വേണം? നമ്മൾ ഹിംസ പാടില്ല, അഹിംസയായിരിക്കണം. ഒന്നിനെ ഉപദ്രവിച്ചുകൂടാ, കൊന്നുകൂടാ. അതുകൊണ്ട് അഹിംസ. പിന്നെ എന്ത് വേണം? സത്യത്തിൽ തന്നെ നിലനിൽക്കണം.
ഒരാളെ നമ്മുടെ പേർക്ക് ഒരാൾ കുറ്റം ചുമത്തിക്കൊണ്ട് വന്നാലും നമുക്ക് അത് പ്രകാരം നമ്മളെ ചിലപ്പോൾ തൂക്കിക്കൊല്ലാൻ വിധിച്ചാലും സത്യത്തെ തന്നെ മുറുകെ പിടിച്ചോണം. അവിടെ തൂക്കിക്കൊല്ലുന്നത് കൊന്നോട്ടെ, ശരീരത്തിനല്ലേ കൊണ്ടുപോകുള്ളൂ, നമ്മളെ സത്യത്തെ എങ്ങും കൊണ്ടുപോകത്തില്ലല്ലോ. ആ സത്യത്തെ തന്നെ ആത്മാവിനെ ആർക്കും വധിക്കാനും പറ്റത്തില്ല. നമ്മുടെ ശരീരത്തിനെ മാത്രമേ കൊല്ലാൻ പറ്റൂ. നമ്മളിരിക്കുന്ന ആത്മാവ് എപ്പോഴും സത്യത്തെ തന്നെ മുറുകരുത്. നമുക്ക് പരമാത്മാവിൽ ആര് കൊന്നാലും നമുക്ക് ഈശ്വരനിലേക്ക് എത്തപ്പെടാം. അതുകൊണ്ട് ഇവിടെ എന്ത് നമ്മൾ ചെയ്യണം? സത്യത്തിൽ തന്നെ നിൽക്കണം. കക്കായിക ഒരു 10 പൈസയുടെ മുതൽ പോലും, മുതലെന്ന് പറഞ്ഞാൽ 10 പൈസ അല്ല, എന്ത് സാധനമായാലും ആരുടെ ഒരു തുരുമ്പ് പോലും നമുക്ക് കടത്തി എടുക്കരുത്, ചെയ്തുകൂടാ, മോഷ്ടിച്ചുകൂടാ, കട്ടുകൂടാ. അതുകൊണ്ടാണ് 10 പൈസയോ 1 പൈസയോ 100 രൂപയോ അത് എടുത്താൽ അവരുടെ അനുവാദം ഇല്ലാതെ അറിയാതെ നമ്മൾ ചെയ്താൽ നമ്മൾ എത്രത്തോളം എടുക്കുന്നതിന് തുല്യം തന്നെയാണ്. അത് 1 100 കള്ളം തന്നെയാണ്. അതുകൊണ്ട് കക്കായിക. പിന്നെ എന്താ വേണ്ട? ഭൂതപ്രിയം. ഭൂതപ്രിയം എന്ന് പറഞ്ഞാൽ ഇന്ന് ജനങ്ങളെല്ലാം ഇപ്പോൾ ഗോക്കളെ തന്നെ, ഗോമാതാവായോണ്ട് ഗോക്കളെ കൊന്നൂടെന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം ഭൂതങ്ങളായി, ഒന്നിനെയും കൊന്നൂടാ. ആവശ്യക്കാർ എവിടേക്കോ കിടക്കുന്ന ദുഷ്ടന്മാർ ഇതൊക്കെ ചെയ്ത് തിന്നുന്നെങ്കിൽ അവർ തിന്നിയും എടുക്കുകയോ ചെയ്തോട്ടെ. അത് കണ്ടില്ല കേട്ടില്ല ഈശ്വരനെ. കാരണം നമ്മൾ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. ഇന്ന് ജനങ്ങളെക്കാളും കൂടുതലിന്ന് മൃഗങ്ങളാണ്. അവരെ പിന്നെ എന്ത് ചെയ്യും? അത് കുറേ ആൾക്കാർ അങ്ങനെ ചെയ്തോട്ടെ. പക്ഷേ ഭാഗവതം കയ്യിലെടുക്കുന്നൊരു വ്യക്തി ഒരിക്കലും ഒരു മനസ്സുകൊണ്ട് ചിന്തിക്കപ്പോലും പാടില്ല. ഒന്നിനെ കൊല്ലണമെന്നോ ഉപദ്രവിക്കണമെന്നോ അതിനെ തിന്നണമെന്നോ ചിന്തിക്കാനേ പാടില്ല. കാരണം അവിടെ ഭൂതപ്രിയം പറഞ്ഞേക്കുക. ഈ ഭൂതപ്രിയം എന്ന് പറയാൻ അർത്ഥം എന്താ? ഭൂതങ്ങളെ പ്രിയായ നമ്മൾ ഒരു ആട്ടിനെ സന്തോഷമായിട്ട് വളർത്തിയിട്ട് അതേ കൊല്ലാൻ കൊടുക്കുന്നത് തന്നെ അത് പ്രിയക്കേടല്ലേ? അത് നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. ഞാൻ അതുകൊണ്ട് എന്ത് ചെയ്തു? ഒന്നിനെയും വളർത്തുന്നില്ല, വിഷമം. ഒന്നിനെയും വളർത്തത്തില്ല. എനിക്ക് അതിൻ്റെ ലാഭം വേണ്ട. അത് അങ്ങനെ ഉള്ളവർ, അത്രത്തോളം ആയവർ വളർത്താൻ പോകണ്ട. നമ്മുടെ അറിവില്ലാത്ത കാലത്ത് നമ്മളെ കുട്ടിനാളായിരുന്ന സമയത്ത് ഇതിനൊക്കെ വളർത്തി സ്നേഹിച്ച് വിറ്റ് കൊല്ലാൻ കൊടുക്കുന്നില്ല. അതുകൊണ്ടല്ലേ ഭഗവാനെ പെൺകുട്ടി ആയിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് പെൺകുട്ടിയായി. എന്നാലും ഒരു സമയമാകുമ്പോൾ എല്ലാത്തിനെയും കൊല്ലുമല്ലേ? അല്ല എവിടെയെങ്കിലും വെച്ചേക്കോ ആരെങ്കിലും? ഇതിനെ ആരും വെറുതെ തീറ്റ കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഇവിടെ പ്രകൃതിയിൽ എന്താ ചോദിക്കും, ചില രാജ്യങ്ങളിൽ സസ്യാഹാരം ഇല്ലാത്ത പല രാജ്യങ്ങളും ഉണ്ടായിട്ട് അവർക്ക് എന്താണ് അവിടെ ആഹാരം? ഈ മൃഗങ്ങളെ തന്നെയാണ്. അത് ഈശ്വരന് അത് ഒന്നും പറയാൻ പറ്റില്ല. കാരണം അവിടെ അവരുടെ ജീവിതം അങ്ങനെയാണെങ്കിൽ അത് അങ്ങനെ അങ്ങ് വിട്ടേക്കുക. നമുക്ക് ഈ ഭക്തരായ മക്കൾക്ക്, ഭാഗവതം എടുക്കുന്ന മക്കൾക്ക് ഉള്ള കാര്യം ഞാൻ പറഞ്ഞതാണ്. അവർക്ക് നേരെ ചൊവ്വേ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് പാടില്ല. ഈശ്വരനിലേക്ക് അടുക്കണമെന്നുണ്ടെങ്കിൽ. ഇല്ലാത്തവരെന്ത് ചെയ്തിട്ട് അവർ സാധാരണ ഇത് ചെയ്യാതിരുന്നാലും ഈ ലോകം ഇതൊന്നും നടക്കാത്ത കാര്യമാണ്. പറ്റത്തില്ല. അത്രത്തോളം പെരുകിപ്പോയി. ഇതിനെല്ലാം അഴിച്ചു വിട്ടാൽ എവിടെ പോയി കിടക്കും? കണ്ണറാ ദുഃഖമല്ലേ? പിന്നെ ഒറ്റയടിക്ക് തീരട്ടെ, അത്ര തന്നെ. അങ്ങനെ സമാധാനിക്കുക. കാരണം ഒരു പശുവിനെ വളർത്തി കറവ തീർന്നാൽ നമ്മൾ അതിനെ എത്ര നാൾ തീറ്റ കൊടുത്ത് ആരെക്കൊണ്ട് നടക്കും? മനുഷ്യർക്ക് ആഹാരമില്ലാത്തപ്പോൾ ഇതിനെയൊക്കെ പട്ടിണി കിടാൻ പറ്റൂ? അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് ഈശ്വരൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അങ്ങനെ നമുക്ക് ഈശ്വരനെ സമർപ്പിക്കുക, എല്ലാം അവിടെ അർപ്പിക്കുക, അത്രേ പറയാൻ പറ്റൂ. നമുക്കൊന്നും പറയാൻ ആളല്ല. നമ്മളാൽ ഒക്കുന്ന ഭൂതപ്രിയം ചെയ്യുക. നമ്മൾ ഒരു ജീവജാലങ്ങളോട് നമുക്ക് കരുണ കാട്ടുക, ഒന്നിനെയും വേദനിപ്പിക്കാതിരിക്കുക. ഭൂതപ്രിയം. വിഹിത വാക്യം. നമുക്ക് വിഹിതമായ വാക്യങ്ങളെ പറയാവൂ. വാക്യം. സർവവർണ്ണധർമ്മങ്ങൾ. ഇതെല്ലാവർക്കും, ഈ സർവ്വവർണ്ണക്കാർക്കുമാണ് ഈ ധർമ്മങ്ങൾ. ഇവിടെ ഇന്നാർക്കെന്നല്ല, ഇത് 4 വർണ്ണക്കാർക്കും ഉള്ളതാണ്. ബ്രാഹ്മണർക്കും വൈശ്യർക്കും ശൂദ്രർക്കും ക്ഷത്രിയനും ഒക്കെ ഈ കാര്യങ്ങൾ വേണം. ആർക്കും ഇതിനകത്ത് കൊന്ന് തിന്നാനോ ഭൂതപ്രിയം എന്നാൽ ശൂദ്രരെ നിങ്ങൾക്ക് ഭൂതങ്ങളെ പ്രിയം വേണ്ട എന്നിത് പറയുന്നില്ല. ഇത് എല്ലാവർക്കും വേണ്ടതാണ്. ഒരു വിവരമുള്ള ഒരെണ്ണം പോലും ഇത് അനുസരിക്കാതിരിക്കത്തില്ല. പിന്നെ ഇതൊന്നും അറിയാത്തവരെന്തൊക്കെയോ ചെയ്യുന്നു, അവരറിവില്ലായ്മ കൊണ്ട് എന്തൊക്കെയോ ചെയ്യുന്നത്. അത് ചെയ്തേ പറ്റൂ. ദൈവം അങ്ങനെ വെച്ചേക്കുക. ഈ ഭൂമിയിൽ പലതരം നീച അധവന്മാരെന്ന് പറയാൻ എന്താ? നീച അധവന്മാരൊക്കെ ചെയ്യട്ടെ, എന്നാലോ ഉത്തമോത്തന്മാരെ ചെയ്യണ്ട. ഭഗവാൻ പറഞ്ഞല്ലോ, പലതരത്തിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ഇവിടെ വർണ്ണങ്ങൾ, ആശ്രമങ്ങൾ ഇങ്ങനെ ഉണ്ടായി വന്നു. ഇത്തരം പ്രകൃതിയാൽ നിർക്കളും പലതരം മനുഷ്യരെന്താ പലതരത്തിലാണ്. ഉത്തമോത്തമൻ, നീച അധവന്മാർ, ഇങ്ങനെ തരം തിരിച്ചിട്ടുണ്ട്. ഉത്തമോത്തന്മാരായിരിക്കുന്ന ഭാഗവതപ്രിയന്മാരിത് ചെയ്യണ്ട. അവർ ജീവജാലങ്ങളോട് കരുണ കാട്ടി പ്രിയം കാട്ടുക, ഭൂതപ്രിയം. എന്നാൽ നീച അധവന്മാരായി വന്നവർ ചെയ്തോട്ടെ. ഇവിടെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഇതൊക്കെ ആകാം. അവർ നീചന്മാരും അധവന്മാരുമാണ്. അവർക്ക് വേണ്ടി ഇട്ടേക്കാം ഇതൊക്കെ.
അങ്ങനെ ചിന്തിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഈശ്വരനെ അറിയുന്ന വ്യക്തികൾ അതിൻ്റെതായ ഉത്തമോത്തമന്മാരായി ജീവിക്കാൻ ശ്രമിക്കണം. ഇനി ബ്രാഹ്മണൻ മുമ്പിൽ ഉപനയനത്തെ ചെയ്തിട്ട് ബ്രഹ്മചാരിയായി ഗുരുകുലത്തിൽ ദാന്തനായി മേഖലാജിനദണ്ഡാക്ഷ ബ്രഹ്മസൂത്രത്തോടും ശ്ലാഘ്യ കുണ്ടിക കുശാ ജഡില രക്താസനം എന്നിവ ധരിച്ച് ധൗതാംബരദന്തനായി തന്നുടെ സ്നാനഭുക്തി ഹോമ കർമ്മങ്ങളിലും നന്നായി മൗനം വേണം. പിന്നെ തൻ നഖരോമം ഒന്നുമേ ഛേദിക്കൊല. ജിഹ്വയെ വടിക്കണം. ജിഹ്വ നാക്ക് വടിക്കണം. ആരാണ്? ബ്രാഹ്മണൻ മുമ്പേ എന്ത് ചെയ്യണം? ആദ്യമേ കുട്ടിനാളിൽ മുമ്പിൽ ബ്രാഹ്മണനായിട്ട് ജനിക്കുന്നൊരു കുട്ടി ഉപനയനത്തെ ചെയ്യണം. മുമ്പിനെന്ന് പറഞ്ഞാൽ ആദ്യമേ ചെയ്യുന്ന ഒരു പ്രായമുണ്ട്. നമുക്ക് ഇപ്പം തന്നെ ഒരു കുട്ടി ജനിച്ച പേരിടിയിൽ, അതായത് അങ്ങനെയൊക്കെ അരഞ്ഞാണം കെട്ടൽ, ഇങ്ങനെയൊക്കെ ഓരോരോ സമയങ്ങളുണ്ട്. അതുപോലെ ഉപനയനം എന്ന് പറഞ്ഞ സമയമുണ്ട്. അതുകൊണ്ട് അത് ബ്രാഹ്മണന് പറഞ്ഞേക്കുന്നതാണെങ്കിലും നമുക്ക് എല്ലാവർക്കും പറ്റും. അതുകൊണ്ട് മുമ്പിന് ഉപനയനത്തെ ചെയ്തിട്ട് ബ്രഹ്മചാരിയായി ഗുരുകുലത്തിൽ ദാന്തനായിട്ട് എന്ത് ചെയ്യണം? മേഖലാജിന ദണ്ഡാക്ഷ ബ്രഹ്മസൂത്രത്തോടും, അതായത് ഇവിടെ എന്താ മേഖലാജിന ദണ്ഡ അരഞ്ഞാണ്, മാൻതോല്, യോഗദണ്ഡ്, ജപമാല, പൂണനൂല് എന്നിവയോടുകൂടി കുശാജടിലം എന്താ വെൺദർഭയുടെ വേര്. ഇതൊന്നും ഞാൻ കണ്ടിട്ടും കേട്ടില്ലാത്തതുകൊണ്ട് അതൊന്നും എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല. അതുകൊണ്ട് ബ്രാഹ്മണരുടെ രീതി നമുക്ക് അങ്ങ് വായിച്ചു പോകാം. അതുകൊണ്ട് ബ്രഹ്മചാരിയായി ഗുരുകുലത്തിൽ ദാന്തനായി മേഖലാജിന ദണ്ഡാക്ഷ ബ്രഹ്മസൂത്രത്തോടും ശ്ലാഘ്യ കുണ്ടിക കുശാ ജടില രക്താസനം എനിക്കറിയാം. ചുമന്ന ആസനം, പീഠം, ആസനം, ഇരിക്കുന്ന പീഠം, ചുമപ്പ്, രക്തം നിറം വെച്ചാൽ ചുവന്ന നിറത്തിലെ ഇരിപ്പിടം എന്നിവ ധരിച്ച് ധൗതാംബരദന്തനായി തന്നുടെ സ്നാനഭുക്തി ഹോമകർമ്മങ്ങളിലും നന്നായി മൗനം വേണം. അതായത് തന്നുടെ സ്നാനം, കുളി, ഭുക്തി, ആഹാരം കഴിക്കുക, ഹോമം കർമ്മം ചെയ്യുക. അതിലൊക്കെ എന്ത് വേണം? നന്നായി മൗനം വേണം. കിടന്ന് ചുമ്മാ വായലയ്ക്കാതെ മുനിയായി തന്നെ ഇരുന്നൊക്കെ ചെയ്ത് ഭക്തിയോട് ഇതൊക്കെ നിഷ്ഠയോട് ചെയ്യുന്നതിനാ ഇത് മൗനം എന്ന് പറയാം. അങ്ങനെ മൗനം വേണം. പിന്നെ തൻ നഖരോമം ഒന്നുമേ ഛേദിക്കൊല. നഖവും മുടിയൊന്നും വെട്ടിക്കൂടാ. നഖം വെട്ടിക്കൂടാ. താടിയോ മുടിയോ ഒന്നും വെട്ടിക്കൂടാ. ഒന്നുമേ ഛേദിക്കൊല. അത് ഇതൊന്നും മുറിച്ച് കളഞ്ഞുകൂടാ. പിന്നെ ജിഹ്വയെ വടിക്കണം. നമുക്ക് നാക്ക് വടിക്കണം. പല്ല് തേക്കുമ്പോൾ നാക്ക് വടിക്കുമല്ലോ, നാക്ക് വടിക്കണം. ബ്രഹ്മമാം വ്രതധരൻ ശുദ്ധനായി, ഇങ്ങനെ ചെയ്യുന്ന ഒരു വ്രതധരൻ, ഈ വ്രതത്തെ ചെയ്യുന്നവൻ ശുദ്ധനായി ജലസ്നാനകർമ്മവും ചെയ്ത് ബ്രഹ്മചര്യേണ സ്വസ്ഥനായി സ്വപ്രാണായാമം ചെയ്ത് ആചാര്യ അർക്ക അഗ്നി ഗോ ഗുരു വിപ്രവൃദ്ധൗഖ സുരന്മാരെയും നമസ്കരിച്ചൊത്തിരുന്നിട്ട് സന്ധ്യ രണ്ടിലും ജപിക്കണം. ഇങ്ങനെ ഒരു ശുദ്ധനായി വെള്ളത്തിൽ സ്നാനം ചെയ്ത് ബ്രഹ്മചര്യേണ സ്വസ്ഥനായി സ്വപ്രാണായാമം ചെയ്ത് ആചാര്യനെയും അർക്ക ആദിത്യനെയും അഗ്നി ഗോ പശുവിനെയും ഗുരുക്കന്മാരെയും വിപ്ര ഔഖ സുരന്മാരെയും അത് ദേവന്മാരെയും നമസ്കരിച്ച് ഒത്തിരുന്നിട്ട് എന്ത് ചെയ്യണം? സന്ധ്യ രണ്ടിലും ജപിക്കണം. 2 സന്ധ്യ, അതായത് രാവിലത്തെ സന്ധ്യയും ഉണ്ട്, വൈകിട്ട സന്ധ്യയും ഉണ്ട്. ഈ പകലും രാത്രിയും കൂടെ ചേർന്ന് വരുന്നതാണ് സന്ധ്യ. പകലങ്ങോട്ട് മാറി ഇരുള് വ്യാപിക്കുന്ന രണ്ടിൻ്റെ ഇടയ്ക്ക് വരുന്നതാണ് സന്ധ്യ എന്ന് പറയുന്നത്. അത് പോലെ തന്നെയാണ് രാവിലെയും വൈകിട്ട് ഇതുപോലെ തന്നെയാണ്. അങ്ങനെ ആ 2 സന്ധ്യയിലും ഇങ്ങനെയുള്ള ഒരു ബ്രഹ്മചാരി ജപിക്കണം. എന്നെ ആചാര്യൻ എന്നത് ഉള്ളത്തിൽ നനയ്ക്കണം. പരമാത്മാവായ ജഗദീശ്വരനെ ആചാര്യൻ എന്ന് നമ്മുടെ മനസ്സിൽ ഉള്ളത്തിൽ നനച്ചിരിക്കണം. നമുക്ക് ഭഗവാൻ പരമാത്മാവ് നമ്മുടെ ഉള്ളത്തിൽ ആചാര്യനാണ്, ഗുരുവാണ്. അങ്ങനെ നനയ്ക്കണം. നിന്ദിച്ചിടരുത് ഒരു നേരവും ഗുരുവിനെ. അപ്പോൾ ഒരു ഗുരുവിനെ ഒരിക്കലും നിന്ദിക്കാൻ പാടില്ല. കാരണം എന്താ? ദേശികൻ മനുഷ്യനെന്നോർക്കൊല ബുദ്ധി കൊണ്ട്. അപ്പോൾ ദേശികൻ എന്ന് വെച്ചാൽ ഗുരു, നമുക്കൊരു ഗുരു ഉണ്ടെങ്കിൽ ആ ഗുരു മനുഷ്യനാണല്ലോ എന്ന് കരുതി എന്തെങ്കിലും ചപ്പും ചവറും പറയും. ഗുരു ചിലപ്പോൾ നന്നായി ശിക്ഷ കൊടുക്കും, ശിഷ്യനല്ലേ.
തെറ്റ് കണ്ടാൽ അതിനെ നന്നായി ശിക്ഷിക്കും. ചിലപ്പം പരീക്ഷണാർത്ഥം തന്നെ ചിലപ്പം തെറ്റ് ചെയ്തില്ലെങ്കിൽ പോലും ചിലപ്പം പരീക്ഷിക്കാൻ ഇവൻ നല്ലവനാണോ, ഗുരുവിനെ നിന്ദിക്കുമോ, ധിക്കരിച്ച് വല്ല എതിർപ്പ് പറയുമോ എന്നറിയാൻ വേണ്ടി ചിലപ്പോൾ ഇഷ്ടമില്ലാത്ത കാര്യം പറഞ്ഞെന്നിരിക്കും. അതൊരു പരീക്ഷണമായിരിക്കും. അപ്പോൾ ഈ മനുഷ്യനാണെന്ന് കരുതി ഗുരുവിനെ നിന്ദിച്ചാൽ ശിഷ്യൻ എവിടെ ഇരിക്കും? അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, ദേശികൻ അതായത് ഗുരു മനുഷ്യനെന്ന് ഓർക്കൊല, മനുഷ്യനെന്ന് ഓർത്തൂടാ. ബുദ്ധി കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഇത് മനുഷ്യനല്ല. ഇത്രയും ഗുരുക്കന്മാരെ കൊണ്ട് ഇതൊക്കെ നമുക്ക് നല്ല കാര്യങ്ങൾ അറിവ് നമുക്ക് പറഞ്ഞു തരണമെങ്കിൽ യഥാർത്ഥ ഒരു മനുഷ്യനൊന്നും അല്ല. ഇതിൻ്റെ ഉള്ളത്തിൽ നല്ല പരമാത്മാവിൻ്റെ വാസം ഉണ്ട്. ബുദ്ധി കൊണ്ട് മനസ്സിലാക്കിയിട്ട് ദേശികൻ സർവ്വദേവമയനാം എന്ന് ഓർക്കണം. ഇത് സർവ്വദേവമയനാണ് ഈ ദേശികൻ, ഈ ഗുരു. അങ്ങനെ ഓർത്തിട്ട് ദേവസന്മയ ഗുരു തന്നെ സേവിച്ചിടണം. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ബുദ്ധി കൊണ്ട് ചിന്തിക്കുക, ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തരാൻ കഴിവുള്ള ഒരാളാണെങ്കിൽ ഇത് കണിശമായിട്ട് ഇതൊരു മനുഷ്യനല്ല, മനുഷ്യ കോലമുണ്ട്. പക്ഷേ ഇതിൻ്റെ ഉള്ളത്തിൽ എന്തോ പ്രത്യേക ഒരു ശക്തി, ഒരു പവറുണ്ട്. അല്ലെങ്കിൽ ഇത് ഇങ്ങനൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് മനുഷ്യനെന്ന് ഓർത്ത് മനസ്സിലാക്കണം, ഇത് ബുദ്ധി കൊണ്ട് ചിന്തിക്കണം, ഇത് നമുക്കൊന്നും പറഞ്ഞുകൂടാ, ഇത് യഥാർത്ഥ ഒരു മനുഷ്യനല്ല എന്ന് കരുതി ദേശികനെ സർവ്വദേവമയനാം എന്നോർക്കണം. എല്ലാവർക്കും ദേവനെ പോലെയാണെന്ന് കരുതിയിട്ട് ദേവസന്മയ ഗുരു തന്നെ സേവിച്ചിടണം. ഇങ്ങനെയുള്ള ഗുരുവിനെ സേവിക്കണം നമ്മൾ. എന്തെങ്കിലും ഒരു ഗുരു തെറ്റ് പറഞ്ഞെന്നിരിക്കും, ചിലപ്പോൾ ശിഷ്യന് അറിവില്ലായ്മ കൊണ്ട് ചിലപ്പോൾ ശിക്ഷിച്ചെന്നിരിക്കും, ചിലപ്പോൾ തെറ്റായ വാക്കുകൾ പറഞ്ഞിരിക്കും നന്നാവാൻ വേണ്ടി. അപ്പോൾ ചിന്തിച്ചോണം, എന്നെ ഉപദേശം തരുന്നതും ശിക്ഷിക്കുന്നതും നന്നാവാൻ വേണ്ടിയാണ്. ഇത്രയും കാര്യകാരണങ്ങളെല്ലാം ഉള്ള ഒരു ഒരു ഗുരു, ഒരു ആചാര്യൻ്റെ ഉള്ളത്തിൽ ഇത് വെറുതെ ഒന്നും കിട്ടുന്ന ഒരു മനുഷ്യനല്ല, ഇതൊരു ദേവന് തുല്യമാണ് എന്ന് കരുതി എപ്പോഴും നനച്ച് ഓർത്ത് ആചാര്യനെ എന്ത് ചെയ്യണം? സേവിച്ചിടണം ഗുരുവിനെ. എന്നാലേ ശിഷ്യത്വം പാലിച്ച് അവിടെ നിന്ന് ഗുരുകുലത്തിൽ നിന്ന് ഇതൊക്കെ പഠിക്കാൻ പറ്റൂ. വെറുതെ കിട്ടുന്നൊരു കാര്യമല്ല. ഒരു ഗുരുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ എത്രമാത്രം എന്തെല്ലാം പഠിക്കണം. ഒരു ദാസൻ എന്ന ഭാവത്തിൽ, നീചൻ എന്നുള്ള ഭാവത്തിലാണ് നിൽക്കുക. അതൊക്കെ ഇത് പറയുന്നുണ്ട്. ഇനി വായിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞു നോക്കട്ടെ. ദേശികൻ സർവ്വദേവമയനാം എന്നോർത്തിട്ട് ദേവസന്മയ ഗുരു തന്നെ സേവിച്ചിടണം. ഈ വണ്ണം ഓർത്ത് പ്രാതകാലത്തും സന്ധ്യയിലും, വെളുപ്പിനെയുള്ള പ്രാതകാലത്ത് രാവിലെയും സന്ധ്യയിലും വൈകിട്ട് അന്നന്ന് ഭിക്ഷ ഏറ്റ് ഗുരുപൂജയും ചെയ്ത് അന്നന്ന് ഈ കർമ്മങ്ങൾ രാവിലെ ചെയ്തിട്ട് ഭിക്ഷയ്ക്ക് പോകണം, ഭിക്ഷാടനം. അന്നന്ന് ഭിക്ഷ ഏറ്റിട്ട് ഗുരുപൂജയും ചെയ്ത് പിന്നത്തൻ ഗുരു ഉച്ഛിഷ്ടം ഗുരുവിനാജ്ഞയാലേ. ഈ ഭിക്ഷ എടുക്കാൻ പോകുന്ന ആഹാരം കിട്ടുന്ന എന്താ വെച്ചാൽ അത് കൊണ്ടുവന്ന് ഗുരുവിന് കൊടുക്കണം. അതാണ് ഗുരു പൂജ എന്ന് പറയുന്നത്. അത് പൂജയായി ആ ഗുരുവിന് കൊടുക്കണം. അവിടെ അല്ലാതെ വേവിപ്പൊന്നുമില്ല. ആശ്രമത്തിൽ ഇങ്ങനെ ശിഷ്യനും ഗുരുവായിട്ടിരിക്കുന്നത് വേവിപ്പൊന്നുമില്ല. ഇവർ തന്നെ ഈ ഭിക്ഷാടനം എടുത്തുകൊണ്ട് വന്ന് അത് ഗുരുവിനും പൂജയായി ചെയ്തിട്ട് എന്ത് ചെയ്യണം? പിന്നെ അതിൻ്റെ ഗുരു ഉച്ഛിഷ്ടം, ഗുരു കഴിച്ചതിൻ്റെ ബാക്കി ഗുരുവിൻ്റെ ആജ്ഞയാലേ ഗുരു പറയും, നിങ്ങളിനി കഴിച്ചോളൂ എന്ന് പറയുന്നു. ഗുരുവിൻ്റെ ആജ്ഞപ്രകാരം ഭജിച്ചിട്ട് വേണം. ഭഗവാനെ ഗുരുവിനെയൊക്കെ ഭജിക്കണം. ഭജിച്ചിട്ട് ഗുരുവിനോടൊന്നിച്ച് വസിച്ചിട്ട് പൂജിക്കുക. അങ്ങനെ ഗുരു പറയുമ്പോൾ നമ്മൾ ഭജിച്ചിട്ട് ഗുരുവിനെയൊക്കെ ഭജിച്ച് ഭഗവാൻ പരമാത്മാനെയൊക്കെ ഭജിച്ചിട്ട് പൂജിക്കണം, കഴിക്കണം. എന്നിട്ടോ ഭുജിക്ക ആന ശയ്യാസന സ്ഥാനങ്ങളിലും ഗുരു എന്നിട്ട് എന്ത് ചെയ്യണം? ഗുരു നടക്കുമ്പോഴും ശയ്യ കിടക്കുമ്പോഴും ആസനത്തിൽ ഇരിക്കുമ്പോഴും ചാരവേ കൃതാഞ്ജലി ചെയ്ത് വന്ദിച്ച് നിൽക്കണം. ചാരവേ അടുത്ത്, ഗുരു ഇരിക്കുകയാണോ തൊട്ടടുത്ത് ഇരുന്നോണം. എന്ത് ചെയ്യണം? ഇരുന്ന് കാലൊക്കെ തടവി തിരുമ്മി കൊടുക്കണം. ഗുരു ഇരിക്കുമ്പോൾ ഗുരു നിൽക്കുകയാണെങ്കിൽ കൂടെ അടുത്ത് നിൽക്കണം. കിടക്കുവാണോ പാദങ്ങളൊക്കെ തിരുമ്മി സന്തോഷമായിട്ട് ഇതൊക്കെ ചെയ്ത് കൊടുക്കണം. അതാണ് ചാരവേ കൃതാഞ്ജലി ചെയ്ത് വന്ദിച്ച് നിൽക്കണം. ഇതൊക്കെ എവിടെയെങ്കിലും നിൽക്കുവാണെങ്കിൽ അടുത്ത് നിന്നിട്ട് എങ്ങനെ നിൽക്കണം? കൃതാഞ്ജലി ചെയ്യണം. തൊഴുതുകൊണ്ട് കുമ്പിട്ട് നിന്നും കൊണ്ട് ഗുരുവെ സേവിക്കണം. നീചൻ ഞാനെന്ന ഭാവാൽ. എങ്ങനെ സേവിക്കണം? ഞാനൊരു ദാസനാണ്, അങ്ങയുടെ ദാസനാണ്, ആത്മാർത്ഥമായി തന്നെ കുമ്പിട്ടൊരു നീചൻ ഞാനെന്ന ഭാവാൽ അങ്ങ ഗുരുവിൻ്റെ ദാസനാണ്. ദാസൻ്റെ അത്രത്തോളം ദാസനായാലും അത്ര നല്ലത്. അതായത് അത്രത്തോളം വിനയവും ഒക്കെ വേണമെന്നതിൻ്റെ അർത്ഥം.
ഒരു ഗുരുവെന്ന് പറഞ്ഞാൽ പരമാത്മാവിനെ തുല്യമായി കണ്ട് നമ്മളവിടെ യാതൊന്നും അല്ലാത്തൊരവസ്ഥയാണ്. അത്രയ്ക്ക് വിനയത്തോടും താഴ്മയോടും ദാസൻ, ഒരു വെറും ദാസനല്ല മക്കളെ, ഒരു 2-3 ദാസൻ്റെ ദാസനായിക്കോ, അത്രയും നല്ലത് തന്നെയാണ്. അതുകൊണ്ട് ആ ഭാവത്തോട് ഏവം വൃത്തവാനായി സൽഗുരുകുലത്തിങ്കൽ ഭോഗവർജിതനായി വാഴേണം അഭ്യാസ അന്തം. അതുകൊണ്ട് ഇങ്ങനെ ഏവം വൃത്തവാനായി ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്ത് ഗുരുകുലത്തെങ്കിൽ നല്ല ഗുരു. അപ്പോൾ ഇത് എന്തെങ്കിലും കാപട്യമുള്ള ഗുരുവിൻ്റെ കാര്യം അല്ല ഈ പറയുന്നത്. സൽഗുരുക്കന്മാരായിരിക്കണം. യഥാർത്ഥ ഗുരുവിനെ, അതായത് യഥാർത്ഥ ജ്ഞാനികളെ കണ്ടെത്താൻ പാടാണ്. എങ്കിലും നമുക്ക് മനസ്സിലാക്കണം, അദ്ദേഹത്തെ കാണുമ്പോൾ ഉടനെ കയറി ഗുരു ആവരുത്. അദ്ദേഹം എങ്ങനെയുള്ള ആളാന്നൊക്കെ നമ്മൾ പരീക്ഷിച്ച് നോക്കണം. ഈ വന്ന കാലത്ത് പണ്ടൊക്കെ യഥാർത്ഥത്തിൽ ഗുരുക്കന്മാരാവാം. ഇന്ന് അങ്ങനൊന്നും അല്ല. ഇന്ന് കാശിന് വേണ്ടി ശിഷ്യന്മാരെക്കാളും കൂടുതൽ ഗുരുക്കന്മാർ കിടക്കുക. പക്ഷെ അന്നൊക്കെ എവിടെയെങ്കിലും തെന്നിൻ തെറിച്ച് എവിടെയെങ്കിലും ഒരു യഥാർത്ഥ ഗുരുവെ കാണും. ഇന്ന് മുക്കിന് 3000 വീതം ഗുരുക്കന്മാരുണ്ട്. അതുകൊണ്ട് വാക്കുകൊണ്ട് ഒരുപാട് പ്രാവീണ്യം, അതായത് ഗ്രന്ഥങ്ങളൊക്കെ വായിച്ച് ശാസ്ത്രങ്ങളൊക്കെ വായിച്ച് തർക്കിച്ച് അതും ഇതൊക്കെ പറഞ്ഞ് കുറേ സംസ്കൃതമോ ഇംഗ്ലീഷൊക്കെ പറയുമ്പം ഗുരു ആവണമെന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഇത് ചിലർക്ക് തോന്നും, അയ്യോ ഇത്രയും അറിവോ, ഇതാണ് ഗുരു എന്ന് തോന്നിച്ചാൽ നമ്മൾ പറ്റിച്ചത് നമ്മൾ പറ്റിപ്പോകും. അതുകൊണ്ട് ഇതെന്താ പറയാ, ഏവം വൃത്തവാനായി സൽഗുരുകുലത്തിങ്കൽ, നല്ല യഥാർത്ഥ ഗുരുകുലത്തിങ്കൽ ഭോഗവർജിതനായി, ഭോഗങ്ങളെല്ലാം വർജിച്ചോണം. ഒന്നിനെ ഇഷ്ടപ്പെടാൻ പാടില്ല. എനിക്ക് ഇന്ന ആഹാരം കഴിക്കണമെന്ന് അവിടെ ഭോഗം അങ്ങനെ പാടില്ല. ഇന്ദ്രിയങ്ങളെയൊക്കെ അവിടെ എന്ത് ചെയ്യണം, ഒരു ഇന്ദ്രിയങ്ങൾക്കും അതിന് വേണ്ടുന്ന കൊടുക്കാൻ പാടില്ല. അതാ വർജിക്കണം. ഭോഗവർജിതനായി വാഴണം അഭ്യാസ അന്തം. അവസാനം വരെ ഈ അഭ്യാസം തുടരണം. എന്നിട്ട് അത് ഗുരു പറയുന്ന നാളിത്രയും. എന്നിട്ട് ഇങ്ങനെ വിദ്യാഭ്യാസം ചെയ്ത് തൽവ്രതേ നിന്ന് മംഗലമാകും സമാവർത്തന കർമ്മം വേണം. ഇങ്ങനെ വിദ്യാഭ്യാസം, ഇതൊരു വിദ്യ പഠിക്കുകയാണല്ലോ, അത് ചെയ്ത് തൽവ്രതേ നിന്ന് മംഗലമാകും സമാവർത്തന കർമ്മം വേണം. ഇതിങ്ങനെ ആവർത്തനം, ഈ ആവർത്തിച്ച് ഈ കർമ്മം ചെയ്യണം. അത് പഠിച്ചു തീരുവോളം നമ്മൾ ഒരു 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പുസ്തകം വീണ്ടും 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 വായിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. ആവർത്തിക്കുക എന്നല്ലേ എൻ്റെ അർത്ഥം. ഈ ഇതുപോലെ തന്നെ ആവർത്തിച്ച് ദിവസേന ചെയ്യണം. അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്, എനിക്കല്ലാതെ അറിയില്ല. വേദങ്ങൾ ആലോകനം ചെയ്തു കൊള്ളുവാനായി മോദമോടാരംഭിച്ചു കൊള്ളണം സ്വാധ്യായവാൻ. ഈ വേദങ്ങളൊക്കെ പഠിക്കാനാണല്ലോ ചെന്ന് നിൽക്കുന്ന, ഈ അറിവ് പഠിക്കാൻ. അപ്പോൾ അത് ആലോകനം ചെയ്തു കൊള്ളുവാനായി എന്ത് ചെയ്യണം, മോദമോടെ ആരംഭിച്ചു കൊള്ളണം, സന്തോഷത്തോട് ചെയ്യണം. അല്ലാതെ ഇട്ട് ഇറങ്ങി എൻ്റെ അച്ഛനും അമ്മയും എന്നോട് കൊണ്ടാക്കി എന്ന് ഇവിടുന്ന് ഇറങ്ങി പോവാൻ പറ്റും. ഇതൊന്നും അല്ല. നമുക്ക് ആർത്തി വേണം, ആ സന്തോഷം വേണം. അങ്ങനെ ആരംഭിച്ചു കൊള്ളണം സ്വാധ്യായവാൻ. സ്വാധ്യായ വ്രതധരനായിട്ട് അർപ്പിച്ചു ദേഹം മേധ്യമാം ബ്രഹ്മാസനസ്ഥിതനായി ഗുരുവിങ്കിൽ ഇരുന്നിട്ട് എന്നെ ഗുരുവിങ്കിലും അഗ്നിയിലും ആത്മാവിങ്കിലും സർവഭൂതേഷ അന്തർദിശിയും ഏകമായി ഉപാസിച്ചു കൊള്ളുക. ബ്രഹ്മചര്യം ആകായ്മ ചെയ്യും സ്ത്രീ. അതായത് ഇങ്ങനെ ഏകമായി ഉപാസിച്ചു കൊള്ളുക. ഇത്രയെല്ലാം കാര്യങ്ങൾ ഈ സ്വാധ്യായവാൻ എന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യുന്ന വ്രതധരനായിട്ട് ദേഹം അർപ്പിച്ച് ദേഹം മേധ്യമ ബ്രഹ്മ ആസനസ്ഥിതനായ വെച്ചാൽ നമുക്ക് ബ്രഹ്മലോകത്തിലേക്ക് പോകാനുള്ള ഇതാണ് നമ്മൾ ധ്യാനിച്ച് എടുക്കുന്നെങ്കിൽ എല്ലാം നമ്മുടെ ദേഹമെല്ലാം സമർപ്പിക്കണം ഈ ഗുരുവിങ്കിൽ സമർപ്പിക്കണം. അങ്ങനെ ഇരുന്നിട്ട് എന്നെ ഗുരുവിങ്കിലും, അതായത് ഭഗവാൻ പരമാത്മാവിനെ എന്നെ ഗുരുവിങ്കിലും, ആ ഗുരുവിൽ ആരെ കാണണം, ഭഗവാനെ കാണണം. എന്നിട്ട് അഗ്നിയിലും ആത്മാവെങ്കിലും, സ്വന്തം ശിഷ്യൻ്റെ ആത്മാവെങ്കിലും, പിന്നെ സർവഭൂതേഷു അന്തർദിശയും, സർവഭൂതങ്ങളിലും ആ പരമാത്മാവാണെന്ന് ചിന്തിക്കുക. അന്തർദിശി നമ്മുടെ ഉള്ളത്തിനകത്തും ഏകമായി ഉപാസിച്ചു കൊള്ളുക. ഇങ്ങനെ നമ്മൾ ചെയ്യണം. ഇതാണ് ആദ്യത്തെ ബ്രഹ്മചര്യം പടി. എന്നിട്ട് അങ്ങനെ ചെയ്തിട്ട് എന്ത് ചെയ്യണം, ബ്രഹ്മചര്യം ആകായ്മ ചെയ്യും. എന്താ, ഈ ബ്രഹ്മചര്യം ഇല്ലായ്മ ചെയ്യരുത്. എന്തുകൊണ്ടാണ്, സ്ത്രീകൾ അവരെ ദർശനം ചെയ്യും. സ്ത്രീകളെ ദർശിച്ചുകൂടാ. കാരണം ഇതും ഇവിടെ നല്ല അത്രമാത്രം ബ്രഹ്മചര്യത്തിലിരിക്കുന്ന ഒരു വ്യക്തി ഒരു സ്ത്രീകളെ കാണേണ്ട കാര്യമില്ല.
അവരുടെ സൗന്ദര്യത്തെയോ അവരുടെ ഒന്നും പാടില്ല. കണ്ടിട്ട് വേണമല്ലോ ഒന്ന് നോക്കുമ്പം തോന്നുന്നു അടുത്ത് നിൽക്കണമെന്ന്, ഇങ്ങനെയൊന്നും പാടില്ല. അതുകൊണ്ട് ബ്രഹ്മചര്യം ആകായ്മ ചെയ്യും. സ്ത്രീകൾ അവരെ ദർശനവും സ്പർശന സല്ലാപ സന്തോഷാതെ ത്യജിക്കണം. അപ്പോൾ സ്ത്രീകളെ കണ്ടുകൂടാ, നോക്കിക്കൂടാ, തൊട്ടൂടാ, സ്പർശനം തൊടാതെ. സല്ലാപങ്ങൾ എന്ന് വെച്ചാൽ കുശലങ്ങളൊക്കെ എന്തെങ്കിലും ഒക്കെ പറയുമല്ലോ, അതോ അങ്ങനെ സന്തോഷാദി ഒക്കെ ത്യജിക്കണം. ഒരു കാര്യങ്ങളും പാടില്ല. അതല്ലേ ഗുരുകുലത്തിൽ തന്നെ നിൽക്കുന്ന, അവിടെ സ്ത്രീകളോ ഒന്നും കാണില്ല. ഗുരുവിൻ്റെ പത്നി മാത്രമേ കാണുള്ളൂ, അല്ലാതെ സ്ത്രീകളൊന്നും അവിടെ കാണാം. ഗുരുപത്നി അമ്മയായാ കാണാം. ത്യജിക്കണം. മിഥുനഭൂതരാം ജന്തുക്കളെ പൂർവ്വം തെക്കുതുവാ. മിഥുനഭൂതരാം, മിഥുനം വെച്ചാൽ ഇപ്പോൾ രണ്ട് കിളികൾ തങ്ങളി എന്താ പറയുക, നമ്മൾ കണ്ടിട്ടില്ലേ മാവിൻ്റെയൊക്കെ ഈ എന്താ പറയുന്നത് തടിയിൽ രണ്ട് കിളികൾ ഇണപ്രാവുകളെ പോലെ ഇരിക്കുമെന്ന് നമ്മൾ പറയുമല്ലോ, മിഥുനങ്ങളെന്ന് പറയാം അതിന്. അതായത് അതിൻ്റെ ഇണ, കൂട്ടുകാരിയും കൂട്ടുകാരനും അങ്ങനെ ആവാം. അതുകൊണ്ട് അവിടെ മിഥുനഭൂതരാം ജന്തുക്കളെ, അത് ഇപ്പോൾ പശുവായാലും പിന്നെ ആനയായിട്ട് അല്ലെങ്കിൽ കുതിരയോ അല്ലെങ്കിൽ പക്ഷിയോ പട്ടിയോ ആരോ ആയിക്കോട്ടെ, അങ്ങനെ മിഥുനഭൂതരാം ജന്തുക്കളെ എന്ത് ചെയ്യണം? പൂർവ്വം തെക്കുതുക, നമ്മൾ ശ്രദ്ധിക്കാനേ പോക്കൂടാ. രണ്ട് കിളികളിരുന്ന് അവർ കൊക്കോട് കൊക്ക് ചേർന്ന് എന്തെങ്കിലും കുശലങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളതിനെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ അവർ കാമുകനും കാമുകിയും ആയിരിക്കും. അതുകൊണ്ട് അതിനെ ത്യജിക്കണം. ഇച്ഛാഭക്ഷണ വാർത്ത എന്താണ്? ഇച്ഛാഭക്ഷണം, എനിക്ക് ഇന്നത് കഴിക്കണമെന്ന കൊതിയൊന്നും പാടില്ല. അവിടെ ഗുരുകുലത്തിൽ ഭക്ഷ്യം എടുത്തുകൊണ്ട് വന്ന് എന്താണ് കിട്ടുന്നത് അത് ഗുരുവിന് പൂജയായി കൊടുത്തിട്ട് ഗുരുവിൻ്റെ ഉച്ഛിഷ്ടമേ ആ ആജ്ഞപ്രകാരം നമുക്ക് കഴിക്കാൻ പാടുള്ളൂ, ഈശ്വരനെ പ്രാർത്ഥിച്ചും കൊണ്ട്. അതുകൊണ്ട് ആഗ്രഹം അനുസരിച്ച് ഭക്ഷണം വേണ്ട, വർജിച്ചിടുക വേണം. ശൗചം ആശമനവും സ്നാനം സന്ധ്യോപാസനം ആർജവം എൻ്റെ തീർത്ഥ സേവനം ജപമതും സർവവും യുക്തമായി സർവഭൂതങ്ങളിലും സർവദാ മൽഭാവിതനായിട്ട് മനോവാക്ക് കായങ്ങൾ അടക്കിയിട്ട് ബ്രഹ്മചര്യത്തെ ധൃതനായ ബ്രാഹ്മണൻ അഗ്നി പോലെ ഉജ്ജ്വലനായി മൽഭക്തനായി തീവ്ര തപസാൽ അഘമൊക്കെ ദഹിപ്പിച്ച് ആവശ്യമായുള്ള വേദാദി സർവം ഗ്രഹിച്ച് ഗുരുവിന് വേണ്ടും ദക്ഷിണ ചെയ്ത് ദേശിക ആമോദാജ്ഞയ പത്തനെ വനെ പുന ആശുപോ നകമ്പുക കൊള്ളണം ദ്വിജോത്തമൻ. ഇങ്ങനെയാണ് ഒരു ബ്രാഹ്മണൻ ഇങ്ങനെ ആയിരിക്കണം. നമുക്ക് അതായത് ഇങ്ങനെ ഉള്ള ഒരാൾ ഭക്ഷണ ഒക്കെ ത്യജിക്കണം, വർജിക്കണം. ശൗചം വേണം, വൃത്തി വേണം, ആശമനവും സ്നാനം ഉപാസനം സന്ധ്യയ്ക്ക് ഉപവസിക്കുക, ആർജവം വേണം, ഭഗവാന്റെ തീർത്ഥ സേവനം ജപം, അത് സർവയുക്തമായി എന്ത് ചെയ്യണം? സർവഭൂതങ്ങളിലും സർവദാ മൽഭാവിതനായിട്ട് എല്ലാ ജീവജാലങ്ങളിലോടും മൽഭാവിതൻ ഭഗവാൻ തന്നെയാണ് അതിലും ഇതിലും എല്ലാം എന്ന് ഭാവിച്ചുകൊണ്ട് മനോവാക്ക് കായങ്ങൾ അടക്കിയിട്ട് മനസ്സിനെയും വാക്കിനെയും ശരീരത്തിനെയും എങ്ങനെ അടക്കണം? ഇന്ദ്രിയങ്ങളാണ് അതൊക്കെ അടക്കിയിട്ട് എന്ത് ചെയ്യണം? ബ്രഹ്മചര്യത്തെ അത്ര ധൃതിയോടുകൂടിയുള്ള ഒരു ബ്രാഹ്മണൻ ഇത്രയെല്ലാം ചെയ്യുന്നത് അത്രത്തോളം സന്തോഷത്തോടും അത്ര ആർത്തി പോലെ ചെയ്യുന്നൊരു വ്യക്തി, ഒരു ബ്രഹ്മചര്യത്തെ ചെയ്യുന്ന ആൾ, അങ്ങനൊരു ബ്രാഹ്മണൻ എന്ത് വരുന്നു? ഇത് ഇട്ടടച്ച് ചെയ്യുന്നൊരു കാര്യമല്ല. ഇത് ആവശ്യക്കാരനത് വേണമെന്നും പറഞ്ഞ് ചെയ്യുവാണെങ്കിൽ ആ ബ്രാഹ്മണൻ എന്ത് ചെയ്യും? അഗ്നി പോലെ ഉജ്ജ്വലനായി. അപ്പോൾ അത്രയ്ക്ക് തപസ് കൊണ്ട് ആ ബ്രാഹ്മണൻ അഗ്നി പോലെ ദേഹം മൊത്തം ജ്വലിക്കും, പ്രകാശിക്കും. അഗ്നി പോലെ ഉജ്ജ്വലനായി മൽഭക്തനായി ഭഗവാന്റെ ഭക്തനായി തീവ്ര തപസാൽ അഘമൊക്കെ, തീവ്രമായ തപസ, അഘം എന്ന് വെച്ചാൽ അഴുക്ക്, മാലിന്യങ്ങളെല്ലാം എന്ത് ചെയ്യും? ഒക്കെ ദഹിപ്പിച്ച് കളയും യോഗാഗ്നിയിൽ. ശരീരം മൊത്തം യോഗാഗ്നി കൊണ്ട് അങ്ങ് കത്തി എരി നിൽക്കുന്നതിനകത്ത് എന്തെങ്കിലും അഴുക്കിരിക്കുമോ? ആ അഴുക്ക് ഹൃദയത്തിലെ എല്ലാ ദുർചിന്തകൾ, കാമക്രോധാകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പാപകർമ്മങ്ങൾ, കൽമഷങ്ങളെല്ലാം കത്തിച്ചാമ്പലായി പോകും. ദഹിപ്പിച്ച് ആവശ്യമായുള്ള വേദാദി സർവം ഗ്രഹിക്കും. ഇങ്ങനെ എല്ലാം ഉള്ളത്തിൽ നിന്ന് വേണ്ടുന്ന അഴുക്കളെല്ലാം തപസ്സിൻ്റെ തീവ്രമായ തപസ് കൊണ്ട് സർവ്വ അഴുക്കളെയും ദഹിപ്പിച്ച് കളഞ്ഞിട്ട് എന്ത് കിട്ടും? ഉള്ളത്തിൽ വേദാദി സർവം ഗ്രഹിക്കും. അവിടെ പിന്നെ അഴുക്കില്ലെങ്കിൽ പിന്നെ അവിടെ എന്താ? ശുദ്ധമായില്ലേ? പിന്നെ ഭഗവാന്റെ കഥകൾ, ഈ വേദങ്ങളൊക്കെ പിന്നെ ഗ്രഹിച്ചാൽ അവിടെ പാഠമായി തന്നെ ഇരുന്നോളും ഹൃദയത്തിൽ. എന്താ വെച്ചാൽ അഴുക്കെല്ലാം പോയി കഴിഞ്ഞ്. അതുകൊണ്ട് വേദാദി സർവം എന്താ? ആവശ്യമായുള്ള വേദാദി സർവം. നമുക്ക് എന്താണ് ആവശ്യങ്ങൾ, നമുക്കെന്താ പഠിക്കേണ്ടത്? ഈ സർവവും പഠിച്ച് ഗ്രഹിച്ച് ഗുരുവിന് പിന്നെ എന്ത് ചെയ്യും? വേണ്ടും ദക്ഷിണ ചെയ്യണം.
അവിടുന്ന് പോരണ്ടേ, തിരിച്ചു വരണ്ടേ. പഠിച്ചു തീരുമ്പോൾ ദക്ഷിണ ചെയ്ത് ദേശിക ആമോദാജ്ഞയ ഗുരുവിൻ്റെ ആമോദ സന്തോഷപ്രകാരം തിരിച്ച് പത്തനെ വനേ ആശ പോന്ന് അകമ്പൊക്കെ കൊള്ളണം ദ്വിജോത്തമൻ. നമുക്ക് എവിടേക്ക് വരണം? തിരിച്ച് നമ്മുടെ വീട്ടിലേക്കാണെങ്കിൽ വീട്ടിലേക്ക് വരാം. അതാണ് പത്തനെ വനേ പുനരാശ പോന്ന് അകമ്പൊക്കെ കൊള്ളണം ദ്വിജോത്തമൻ. ഇങ്ങനെയാണ് ഒരു ബ്രാഹ്മണൻ. നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം വായിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം ഹരി ഓം ഹരി ഓം.